വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ വായനഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 17ഉം 18ഉം അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 18-ാം വാക്യം. എപ്പിക്കൂര്യരും സ്തോയിക്കരുമായ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ അഥേന സന്ദർശനം അക്കാലത്തെ രണ്ട് പ്രധാന തത്വചിന്താഗതികളെ പ്രതിനിധീകരിക്കുന്ന എപ്പിക്യൂര്യരും സ്തോയിക്കരുമായ തത്വജ്ഞാനികളുമായുള്ള സംഭാഷണത്തിന് വഴിതെളിച്ചു. ഇന്നത്തെ വായനഭാഗത്ത് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. പുരാതന കാലത്തെ പരിഷ്കൃത നഗരങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം നേടിയിരുന്ന ഒരു പട്ടണമായിരുന്നു അഥേന അഥവാ ഏഥൻസ്. ജ്ഞാന സമ്പാദനത്തിനായി ആളുകൾ കൂടി വന്നിരുന്ന ഒരു സർവകലാശാലയുടെ കേന്ദ്രവുമായിരുന്നു അഥേന. ഈ നഗരം വളരെയേറെ ദേവന്മാരെ ആരാധിച്ചു വന്നിരുന്ന ഒരു പട്ടണമായിരുന്നു. ഏഥൻസിൽ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ എളുപ്പം ഒരു ദേവനെ കണ്ടുമുട്ടുകയാണെന്ന ഒരു പറച്ചിൽ പോലും അന്ന് നിലവിലിരുന്നു. പുതുമയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നിച്ച് കൂടിയിരുന്ന് സംസാരിക്കുന്നതായിരുന്നു അഥേനയിലെ ജനങ്ങൾക്ക് ഏറെ താല്പര്യമുള്ള കാര്യം. അക്കാലത്ത് പ്രചാരത്തിലിരുന്ന രണ്ട് തത്വശാസ്ത്രങ്ങളായിരുന്നു എപ്പിക്കൂര്യരുടെയും സ്തോയിക്കരുടെയും ഉപദേശങ്ങൾ. ഇന്ന് എപ്പിക്കൂര്യരെ കുറിച്ച് നമുക്ക് കുറച്ച് കൂടുതലായി മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. എപ്പിക്യൂരിയസ് എന്ന തത്വചിന്തകൻ BC 341 സാമോസ് എന്ന ദ്വീപിൽ ജനിച്ചതായി പറയപ്പെടുന്നു. അദ്ദേഹം BC 306 അഥേനയിൽ വന്ന് താമസമാക്കിയതായും BC 270 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞതായിട്ടും കാണുന്നു. കളങ്കമില്ലാത്ത ജീവിതവും മൃദുലമായ സ്വഭാവത്തിന് ഉടമയുമായിരുന്നു എപ്പിക്യൂരിയസ് എന്ന തത്വചിന്തകൻ. അഥേനയിൽ അദ്ദേഹം ഒരു വലിയ കൂട്ടം അനുയായികളെ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ അനുയായികളെ പിൽക്കാലത്ത് വിളിച്ചിരുന്ന പേരായിരുന്നു എപ്പിക്യൂരിയർ എന്നത്. ഇവർ എല്ലാ ദിവസവും തത്വചിന്തകനായ എപ്പിക്യൂരിയസുമായി ഉദ്യാനത്തിൽ സമ്മേളിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രധാന പഠിപ്പിക്കലുകൾ ഇവയായിരുന്നു. ഒന്ന്, എല്ലാ കാര്യങ്ങളും യാദൃച്ഛികമായി സംഭവിക്കുന്നു, അല്ലാതെ സംഭവങ്ങളെയൊന്നും ഈ ലോകത്തിൽ നിയന്ത്രിക്കുവാൻ ആരുമില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. രണ്ട്, മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുന്നു, ഒരു മരണാനന്തര ജീവിതം എന്ന ഒന്ന് ഇല്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. മൂന്ന്, ദേവന്മാരുണ്ടെങ്കിലും അവർ മനുഷ്യ ജീവിതത്തിൽ ഇടപെടുകയോ മനുഷ്യരെ കരുതുകയോ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. നാല്, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ കാര്യം സന്തോഷം അനുഭവിക്കുക എന്നതാണ്. ഇവയായിരുന്നു എപ്പിക്യൂരിയസിൻ്റെ പ്രധാനമായിട്ടുള്ള പഠിപ്പിക്കലുകൾ. ഈ ചിന്താഗതികൾ അന്നത്തെ കാലത്ത് അഥേനയിലും കൊരിന്തിലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അഥേനയിലെ കോടതി കൂടുന്ന സ്ഥലമായിരുന്നു അരയോപഗക്കുന്ന്. അവിടെ വെച്ച് വിശുദ്ധ പൗലോസ് ഇവരുടെ ഇത്തരത്തിലെ ഉപദേശങ്ങളെ ഖണ്ഡിച്ച് പ്രസംഗിക്കുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ഈ ലോകത്തിലെ സുഖവും ഭാവിയിലെ സന്തോഷവും ലഭിക്കുകയുള്ളൂ എന്ന്. യേശു കർത്താവിൽ കൂടെ മാത്രമേ മനുഷ്യർക്ക് ദൈവമക്കൾ എന്ന പദവിയിൽ എത്തുവാനായിട്ട് സാധിക്കൂ. അങ്ങനെ ജീവനുള്ള ദൈവത്തെ അവിടെ പ്രഘോഷിക്കുവാൻ പൗലോസ് അപ്പോസ്തലന് സാധിക്കുന്നു. അവിടെ കൂടിയിരുന്നവരിൽ പലർ തത്വചിന്തകൾ വെടിഞ്ഞ് കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ യാദൃച്ഛികമായി ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവിക പദ്ധതിയാണ്. മാത്രമല്ല, മരണത്തോടുകൂടെ നമ്മുടെ ജീവിതവും അവസാനിക്കുന്നില്ല. നിത്യമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനായി വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ ലോകത്തിൻ്റെ ഉപദേശങ്ങളിൽ വീണുപോകാതെ രക്ഷകനായ കർത്താവിൽ വിശ്വസിക്കുവാനും നിത്യരാജ്യത്തിനായി ഒരുങ്ങുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.